ദൈവമുണ്ടോ ഓഡിയോ ബുക്ക്. രചന എം അക്ബർ. ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. അനുസരിക്കപ്പെടേണ്ട ആരുമുണ്ടായിക്കൂടാ എന്ന അഹങ്കാരവും സ്വന്തം അഭീഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള അഭിവാഞ്ചയും മാത്രമാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലും പ്രദേശങ്ങളിലും നിലനിന്ന നിരീശ്വരന്മാർക്കെല്ലാം പൊതുവായി ഉണ്ടായിരുന്നത്. സ്രഷ്ടാവില്ലെന്നും മനുഷ്യജീവിതത്തിന് ജീവിതത്തിനപ്പുറമുള്ള അർത്ഥമൊന്നുമില്ലെന്നുമുള്ള വീക്ഷണങ്ങളിൽ മാത്രമാണ് ചാർവാകന്മാരും ഫോയർബാക്കിയന്മാരും മാർക്സിസ്റ്റുകളും റസലിസ്റ്റുകളുമെല്ലാം യോജിക്കുന്നത്. അതത് കാലങ്ങളിൽ ലഭ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്രഷ്ടാവിനെ നിഷേധിക്കുവാൻ ശ്രമിക്കുകയാണ് അവരെല്ലാം ചെയ്തത്. ശാസ്ത്രകാലമായതോടുകൂടി നിരീശ്വരന്മാർ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൈവനിഷേധ പ്രചാരണങ്ങളിൽ നിമഗ്നരാവുകയാണുണ്ടായത്. ദൈവമുണ്ടോ? രചന എം അക്ബർ. വായനയ്ക്ക് മുമ്പ്. മുകളിൽ ദൈവമെന്ന് പറയുന്ന ആരെങ്കിലുമുണ്ടോ? ഇല്ല, അവിടെയില്ല, ഇല്ലേയില്ല. പഴങ്കള്ളക്കഥകൾ നയിക്കുന്ന മണ്ടന്മാരൊന്നും നിന്നെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. പുരാതന ഏഥൻസിലെ ഹാസ്യ നാടകക്കാരനായിരുന്ന അരിസ്റ്റോഫെയ്ൻസ് ക്രിസ്തുവിന് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പെഴുതിയ ബെല്ലേറോഫോൺ എന്ന നാടകത്തിലെ സംഭാഷണമാണിത്. അറിഞ്ഞിടത്തോളമുള്ള ചരിത്രത്തിലെ നാഗരികതകളിലെല്ലാം ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള ദൈവനിഷേധ ചിന്തകൾ നിലനിന്നിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. കേവല നിരീശ്വരത്വത്തിന്റെ ഭാരതീയ രൂപമായ ചാർവാക ദർശനത്തിന്റെ ആചാര്യൻ അജിത കേശകമ്പിളി ജീവിച്ചത് ക്രിസ്തുവിന് 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. മതം പഴഞ്ചനാണെങ്കിൽ നിരീശ്വരത്വം അറുപഴഞ്ചനാണ്. എന്നാൽ മതത്തിനുള്ളതുപോലെയുള്ള സൈദ്ധാന്തിക സമാനതകൾ എന്തെങ്കിലും വ്യത്യസ്ത കാലങ്ങളിൽ നിലനിന്ന നിരീശ്വരത്വത്തിനുണ്ടായിരുന്നുവെന്ന് കരുതുന്നത് ശരിയല്ല. അനുസരിക്കപ്പെടേണ്ട ആരുമുണ്ടായിക്കൂടാ എന്ന അഹങ്കാരവും സ്വന്തം അഭീഷ്ടപ്രകാരം ജീവിക്കാനുള്ള അഭിവാഞ്ചയും മാത്രമാണ് വ്യത്യസ്ത കാലഘട്ടങ്ങളിലും പ്രദേശങ്ങളിലും നിലനിന്ന നിരീശ്വരന്മാർക്കെല്ലാം പൊതുവായി ഉണ്ടായിരുന്നത്. സ്രഷ്ടാവില്ലെന്നും മനുഷ്യജീവിതത്തിന് ജീവിതത്തിനപ്പുറമുള്ള അർത്ഥമൊന്നുമില്ലെന്നുമുള്ള വീക്ഷണങ്ങളിൽ മാത്രമാണ് ചാർവാകന്മാരും ഫോയർബാക്കിയന്മാരും മാർക്സിസ്റ്റുകളും റസലിസ്റ്റുകളും എല്ലാം യോജിക്കുന്നത്. അതാത് കാലങ്ങളിൽ ലഭ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്രഷ്ടാവിനെ നിഷേധിക്കുവാൻ ശ്രമിക്കുകയാണ് അവരെല്ലാം ചെയ്തത്. ശാസ്ത്രകാലമായതോടുകൂടി നിരീശ്വരന്മാർ ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൈവനിഷേധ പ്രചാരണങ്ങളിൽ നിമഗ്നരായി. പ്രപഞ്ചത്തെ ഒരു യന്ത്രമായി കണ്ടുകൊണ്ടുള്ള സർ ഐസക് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പ്രചാരത്തിലായതോടെ ദൈവമില്ലെന്നാണ് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നതെന്ന Sample complete. Ready to continue?